നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുൻവശം വീണ്ടും ഒരു സമരവേദിയാവുകയാണ്. ഇപ്പോൾ KSMC-ക്കെതിരെ ഒരു വിഭാഗം ഡോക്ടർമാർ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് മലയാളി വാർത്തയോട് അവർ പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സമരത്തിന്റെ ലക്ഷ്യമെന്ന്? ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ആവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ കാര്യങ്ങൾ KSMC-ക്കാർ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഡിലേ വരുന്നു. കുട്ടികൾക്ക് 2-3 വർഷം പഠിച്ചിറങ്ങിയതിന് ശേഷം 2-3 വർഷമൊക്കെ കുട്ടികൾക്ക് ആ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ എന്ന് വെച്ചാൽ ഒരു യങ് ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു റൈറ്റ് നിഷേധിക്കപ്പെടുന്നു. KSMC-യുടെ അകത്തുള്ള ചെറിയ വ്യക്തികൾ കാരണം കൊണ്ട് 1-2 ന്യായീകരണങ്ങളൊക്കെ ആണ് ഇവർ ഈ പറയുന്ന ഡോക്യുമെന്റേഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. NMC പുതിയ ഗൈഡ് ലൈൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവർക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കണമെന്നുള്ളത്. പക്ഷേ KSMC ഇപ്പോഴും ജാംബവാന്റെ കാലത്തുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കുട്ടികൾക്ക് ആ പറയുന്ന റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്നു. സ്റ്റൈപ്പൻഡ് പ്രോപ്പറായിട്ട് പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്കാർക്കും സ്റ്റൈപ്പൻഡ് ഇല്ലെന്നുള്ളതാണ്. അന്യ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലൊക്കെ അവർ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ഒറീസ, രാജസ്ഥാൻ ഇവരൊക്കെ NMC-യുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഇപ്പം യങ് ഡോക്ടേഴ്സിനെ പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഞങ്ങളും ഈ പറയുന്ന കുട്ടികളും ചോദിക്കുന്നത്. സമ്പൂർണ്ണ ശാസ്ത്രയാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ഷൻ ഇവരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ടൂറിസ്റ്റ് ബുക്കിലെല്ലാം പറയുന്നത്. ഇതിപ്പം വന്ന് ഡെവിൾസ് ഓൺ പാരഡൈസ് ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഈ പറയുന്ന കുട്ടികൾക്ക് റൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതും എത്രയും പെട്ടെന്ന് ഇവർക്ക് യങ് ഡോക്ടേഴ്സ് ആവാനുള്ള ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് നമ്മുടെ ഒരു ഇവരിപ്പം 2 to 3 years ആയി. അവർക്ക് പെർമനന്റ് കിട്ടിയാലല്ലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. പല റീസൺസും പറഞ്ഞിട്ടാണ് അവരിത് നിഷേധിക്കപ്പെടുന്നത്. അവിടുന്ന് പഠിച്ചിറങ്ങിയ പിള്ളേരെ ആക്ച്വലി ശരിക്കും പറഞ്ഞ 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർ ഒന്നുകൂടി കൂടി അത് ക്ലർക്ക്ഷിപ്പിന്റെ രീതിയിൽ ഒന്നുകൂടി കൂടി അത് ചെയ്യണമെന്ന് അവർ ഫോഴ്സ് ചെയ്യിപ്പിക്കുവാണ്. NMC-യുടെ പ്രത്യേകം ഗൈഡ് ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റബിൾ ആയിട്ട് അവേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ തരണമെന്നുള്ളത്. പക്ഷേ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല പഴയ ഗൈഡ് ലൈൻസ് വെച്ചാണ്ട് ഇപ്പോഴും കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ആദ്യം ക്ലറിക്ഷിപ്പ് 1 വർഷം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് 1 വർഷം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 2 വർഷം ഓൾറെഡി പിള്ളേരുടെ പോകുന്നുണ്ട്. എന്നിട്ടേ ഞങ്ങൾക്ക് ഇത് ഈ പ്രൊഫഷണൽ പെർമനന്റ് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടുന്ന് NMC-യുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ 1 വർഷം ചെയ്തിട്ടുണ്ട്. അവർ റൂൾസ് പ്രകാരം അവിടെ നിങ്ങൾ 1 വർഷം ചെയ്യണം. കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 വർഷം നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലർക്ക്ഷിപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുന്നത്. അത് നിങ്ങൾ ക്ലറിക്ഷിപ്പ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാണ് KSMC-ക്കാർ വാശി പിടിക്കുന്നത്. അത് ശരിയല്ല, ന്യായമല്ല. NMC ഗൈഡ് ലൈൻസ് പ്രകാരം അത് പാടില്ല. അതെ, ഫ്രൈഡേയിൽ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ നടത്തിയായിരുന്നു. ഈ പറഞ്ഞ പിള്ളേർ അവരൊരു സംഘം നടത്തിയായിരുന്നു. ചീഫ് മിനിസ്റ്ററെയും ഹെൽത്ത് മിനിസ്റ്ററെയൊക്കെ ഈ കാര്യം പറഞ്ഞ് പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. നോക്കാം, ലുക്ക് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് അതിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ബേസിക്കലി നേരിട്ട് പരാതി കൊടുത്തു. VD സതീശൻ സാറിനും കൊടുത്തു, മുരളീധരൻ സാറിനും കൊടുത്തു. ACS-നെ കണ്ടു, ഹൊബ്രാഗഡെ സാർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു. പരാതി കൊടുത്തു. പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അന്വേഷിച്ചു. KSMC-യിലേക്ക് റിപ്പോർട്ട് ചോദിച്ച് KSMC-യിലേക്ക് ഫയൽ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അവിടെ നിന്നും ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടോ, ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോ പഠിച്ചിറങ്ങിയിട്ട് 2.5 വർഷം. ഈ ലൈസൻസ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടും 2.5 വർഷമായി. ഇനി 1 വർഷം കൂടെ കഴിഞ്ഞാലാണ് പെർമനന്റ് രജിസ്ട്രേഷൻ തരുന്നത്.
കേരളത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വേറെ വഴിയില്ല. ദിസ് ഇസ് ആ ലാസ്റ്റ് റിസോർട്ട് ഓപ്ഷൻ. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ രജിസ്റ്റർ ലിമിറ്റ് ഉണ്ടോ? ഒരു ലിമിറ്റ് ആക്ച്വലി 10 years എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് NMCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്. പക്ഷെ ഐ ഡോണ്ട് നോ കേരളം അത് എന്ത് നോക്കിയിരിക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ബിക്കോസ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യേണ്ട കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 10 years, വിത്തിൻ 6 to 7 years ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് KSMC അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത്, വിച്ച് ദേ ആർ നോട്ട് ഡൂയിങ്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം. അതെ, സ്ഥിതി മറ്റുള്ള സംസ്ഥാനത്തെല്ലാം രജിസ്ട്രേഷൻ ഓൾറെഡി കിട്ടി. എന്റെ ബാച്ച് പഠിക്കുന്നവർക്കും രജിസ്ട്രേഷൻ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ആണ്. കാരണം ഞങ്ങൾ ഫോളോ ചെയ്യുന്ന എംസിയുടെ 2002 റെഗുലേഷൻ പ്രകാരമാണ് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ സർക്കുലർ പ്രകാരം. പക്ഷെ അത് ഫോളോ ചെയ്യാൻ KSMC തയ്യാറാകുന്നില്ല. ബാക്കി എല്ലാ സംസ്ഥാനവും, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കർണാടക വരെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികൾ അവിടെ ചെന്നിട്ട് പെർമനന്റ് രജിസ്ട്രേഷൻ എടുത്ത് ഇപ്പം അടുത്ത മാസം നീറ്റ് PG എഴുതാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അവർ. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ സർവേ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെയും കടിച്ചു തൂങ്ങി 2 കൊല്ലമായിട്ട് നിൽക്കുന്നു. ഇവിടെ 2 കൊല്ലം കയറി കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല. ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പെട്രോൾ അടിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പുറത്തേക്ക് കേരളത്തിൽ യുവാക്കൾ പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഇവിടെ ഉള്ള ടോർച്ചറാണ് പ്രധാന പ്രശ്നം. നമ്മൾ പുറത്തുനിന്ന് പഠിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെ സർവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ പഠിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് മാറ്റി വെക്കുമ്പോൾ സ്മാരകങ്ങൾക്കും പ്രതിമകൾക്കും ഫണ്ട് മാറ്റി വെക്കുന്ന നമ്മുടെ കേരള സർക്കാർ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഒരു ഇങ്ങനത്തെ ഒരു വിവേചനം ഇപ്പൊ തുടങ്ങിയതല്ല, ഒരുപാട് കാലങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു നിന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ കേരള സർക്കാർ ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണ്. ഞങ്ങൾ FMGസിന്റെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇത് പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. കാരണം ഞങ്ങൾ ഇവിടെ സർവ് ചെയ്യേണ്ട ആൾക്കാരാണ്, പുറത്തു പോകേണ്ടവരല്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടെ പഠിക്കുന്നവർ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞങ്ങൾ ഇനി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരല്ല, കേരളത്തിൽ തുടർന്ന് ജോലി ചെയ്യണമെന്നും സർവ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞവരല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് +2 ഫുൾ മാർക്ക് ഉണ്ട്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ എക്സാം എഴുതി +2 ഫുൾ മാർക്കും പ്രൈവറ്റിൽ പഠിക്കാൻ പറ്റുന്ന നീറ്റിന്റെ സ്കോറുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഒരാളാവും ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റിനെക്കാളും? നേരെ മറിച്ച് 300-400 മാർക്ക് വാങ്ങിച്ചവർ ഇവിടെ റിസർവേഷനിൽ കയറുന്ന കണ്ടിട്ട് എനിക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ എവിടെ പോയത്, ഞാൻ വിദേശത്ത് MBBS പഠിക്കാൻ പോയത്. സാഹചര്യത്തിന്റെ പ്രഷർ മൂലം പോയ ആൾക്കാരാണ്, അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ പോയതല്ല. നമ്മുടെ പൊതുജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ്, അത് ഇതോടുകൂടി മാറി കിട്ടണം. അത്രേ ഉള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, നിയമം പാലിക്കുക. KSMC നിയമം പാലിക്കുക എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട, കൂടുതലും ചെയ്യേണ്ട, കുറവും ചെയ്യേണ്ട. നിയമം പാലിച്ചാൽ മാത്രം മതി. ആ ഒറ്റ ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ NMCയുടെ നിയമങ്ങൾ, റെഗുലേഷൻസ് പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് അത് പാലിക്കുക. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്, കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ് പുറത്തേക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ വിടുക. എന്നിട്ട് ആ നിയമം എന്താണോ പറയുന്നത് അത് മാത്രം തന്നാൽ മതി. ഞങ്ങൾക്ക് അധികവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്കിവിടെ ഹൗസ് സർജൻസി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ IMGസിന് കൊടുക്കുന്ന അതേ പണി തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്റ്റൈഫൻഡ് വേണം. ഞങ്ങൾക്കിപ്പം വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് കൈനീട്ടേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പെട്രോൾ അടിക്കാൻ പോലും ഞങ്ങൾ സ്വന്തമായി പൈസ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി സർവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്.